എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. നമുക്ക് നോക്കാം. നമ്മുടെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് പ്രധാനമായിട്ടും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ജൂലിയ ഓർ ലൂണ എന്ന ചാപ്റ്ററും അതുപോലെ തന്നെ ബാബ और बाबा की चढ़ी എന്ന ചാപ്റ്ററും. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ദുനിയാ ഭർ മേ कौन सा किस्सा मशहूर हो गया है. ഏതാണ് ചാപ്റ്റർ? ജൂലിയ ഓർ ലൂണ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. ദുനിയാ ഭർ മേ ലോകമെമ്പാടും कौन सा किस्सा मशहूर हो गया എന്താണ് പ്രചരിച്ചത്? നമുക്കറിയാം എന്താണ് ജൂലിയയുടെയും അതുപോലെ ലൂണ എന്ന മരത്തിന്റെയും ഫ്രണ്ട്ഷിപ്പ് അല്ലേ. അപ്പൊ ജൂലിയ और लूना के दोस्ती का किस्सा എന്ന് നമുക്ക് പറയാം. ഓക്കെ, ജൂലിയ और लूना कहानी किसने लिखी है? ആരാണ് ആ കഥ എഴുതിയത്? ആരാണ് എഴുതിയത്? നേഹ സിംഗ് ആണ് കഥ എഴുതിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈറ്റർ ആരാണ്? നേഹ സിംഗ്. ओके, അടുത്ത ചോദ്യം ഇതാണ്. लड़की का नाम क्या है? लड़की का नाम क्या है? ജൂലിയ. और पेड़ का नाम क्या है? നമുക്കറിയാം ലൂണ എന്നാണ്. അടുത്ത ചോദ്യം लड़की पेड़ पर कितने दिन तक रही? എത്ര ദിവസമാണ് പെൺകുട്ടി ആ മരത്തിന്റെ മുകളിൽ നിന്നത്, താമസിച്ചത്? എത്ര ദിവസമാണ്? 738 ദിവസം അല്ലേ. അതായത് 738 ദിൻ എന്നാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഈ വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയേ, ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകുന്നത്. ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെയാണ് വരിക. നോക്കൂ, ആദ്യം തന്നെ സൂചന ഉണ്ടാവും. ജൂലിയ और लूना അല്ലേ. അപ്പോൾ ജൂലിയ और लूना कहानी का ये अंश पढ़े और प्रश्नों का उत्तर लिखे എന്നാണ് നമുക്കൊരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് ഇങ്ങനെയാണ്. 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. അതായത് 738 ദിവസവും കാത്തു നിന്ന് ആ മനുഷ്യൻ, ആര്? നമ്മുടെ മരം മുറിക്കാൻ വന്ന ആ സേഠ്ജി ഒന്നും മിണ്ടാതെ ഇറങ്ങി പോവുകയാണ്. വാദാ കരോ യഹാം കെ കിസി ബി പേട് കോ കബി നഹി കാട്ടോങ്കെ. നിങ്ങളൊരു ഉറപ്പ് തരണം. എന്ത്? ഇവിടെയുള്ള ഒരു മരത്തിനെയും ഇനി ഒരിക്കലും വെട്ടില്ല എന്നൊരു ഉറപ്പ് നിങ്ങൾ തരണമെന്ന് ആര് പറയുന്നുണ്ട്? ജൂലിയ പറയുന്നുണ്ട് അല്ലേ. ലടുക്കീനെ സേഡ് സേ വാദാ ലേ ലിയ. അപ്പൊ ലടുക്കി, ആ പെൺകുട്ടി എന്ത് ചെയ്യാണ്? ജൂലിയ ആ സേട്ടിൽ നിന്ന് ഒരു വാദ അല്ലേ, അതായത് ഒരു ഉറപ്പ് വാങ്ങുകയാണ്. സാരേ പേട് ബച്ച് ഗയി, എല്ലാ മരങ്ങളെയും അങ്ങനെ സംരക്ഷിക്കുകയാണ്. നോക്കൂ, ഉസ് ലടുക്കി, ആ പെൺകുട്ടി കാ നാം ജൂലിയ ഹേ, ആ പെൺകുട്ടിയുടെ പേരാണെന്ത്? ജൂലിയ എന്നുള്ളത്. ഉസ് പേട് കാ നാം ഹേ ലൂണ, ആ മരത്തിന്റെ പേരാണെന്ത്? ലൂണ എന്നുള്ളത്. ദോനോം ആജ് ബി പക്കേ ദോസ്ത് ഹേ, രണ്ടുപേരും ഇന്നും എന്താണ്? ഒരു പക്കേ ദോസ്ത് ഹേ, വളരെ നല്ല സുഹൃത്തുക്കളാണെന്ന് പറയാണ്. നോക്കൂ, ആദ്യത്തെ ചോദ്യം ഈ പാരഗ്രാഫുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ്? ലടുക്കി പേട് പർ കിത്നേ ദിൻ തക് രഹി, എത്ര ദിവസം താമസിച്ചു? ഉത്തരം എവിടെയാണുള്ളത്? ഇതാ ഉത്തരം 738 ദിനോം എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ലടുക്കീനെ സേട്ട് സേ ക്യാ വാദാ കർവായ, എന്ത് ഉറപ്പാണ് പെൺകുട്ടി ആ സേട്ടിൽ നിന്ന് വാങ്ങിച്ചത് എന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം അറിയാം, എന്നാലും നമുക്കിവിടെ പറയാം അല്ലേ. നോക്കൂ, ലടുക്കീനെ സേട്ട് സേ, പെൺകുട്ടി സേട്ടിൽ നിന്നും എന്ത് ഉറപ്പാണ് വാങ്ങിയത്? വാദാ കർവായാക്കി വോ വഹാം കെ കിസി ഭീ പേട് കോ കബി നഹി കാട്ടേഗാ, അവിടെയുള്ള ഒരു മരത്തിനെയും ഒരിക്കലും എന്ത് ചെയ്യില്ല? വെട്ടി മാറ്റില്ല എന്നൊരു ഉറപ്പാണ് അവര് വാങ്ങിയെടുത്തത്. ആര്? ജൂലിയ എന്ന പെൺകുട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. നോക്കൂ, 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. वादा करो यहाँ के किसी भी पेड़ को കബി നഹി കാട്ടേങ്കെ, ഇനി ഒരിക്കലും ഇത് വെട്ടി മാറ്റില്ല എന്നൊരു ഉറപ്പും വാങ്ങിയെടുത്തു അല്ലേ. നോക്കൂ, ലടുക്കി പെൺകുട്ടി എന്ത് ചെയ്യാണ്? ने सेठ से वादा ले लिया. इस प्रसंग पर जूलिया और सेठ के बीच की बातचीत तैयार करे. ജൂലിയയും സേട്ടും തമ്മിലുള്ള കോൺവെർസേഷൻ. ബാത്ചീത് എന്താണ്? കോൺവെർസേഷൻ ആണ്. ഓക്കെ, കോൺവെർസേഷൻ ക്ലിയർ ആണല്ലോ. അപ്പൊ ബാത്ചീത് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ ആണ്. 4 മാർക്കിനാണ് നമുക്ക് എന്ത് വരിക? കോൺവെർസേഷൻ വരിക. ഓക്കെ, നോക്കാം, അതിന്റെ ഉത്തരം നോക്കാം.
ഇവിടെ പറയാണ്, സേഠ്ജി ആദ്യം പറയാണ് അരേ ഓ, അതായത് പെൺകുട്ടിയെ വിളിക്കുകയാണ്, ലഡ്കി നീച്ചേ ഉത്തർ, നീ താഴേക്ക് ഇറങ്ങ് എന്ന് പറയാണ്. അപ്പൊ ജൂലിയ പറയുന്നുണ്ട്, മേനെ കിത്നി ബാർ കഹാ, ഞാൻ എത്ര തവണ പറഞ്ഞു എന്ത്, നെഹി ഉത്തരൂങ്കി, ഞാൻ ഇറങ്ങില്ല എന്ന് എത്ര തവണ പറഞ്ഞു എന്ന് പറയാണ്. അപ്പൊ സേഠ്ജി പറയാണ്, അരേ യെ പേട് തോ വൻകേ ഹേ, ഈ മരം വനത്തിൻ്റെതാണ്, കാടിൻ്റെതാണ്. യെ തുമാരെ ലിയേ മാത്രം നെഹി ഹേ, നിനക്ക് മാത്രമുള്ളതല്ല, ഇത് കാടിന്റെയാണ്, അപ്പൊ ഇത് എല്ലാവർക്കും എടുക്കാമെന്ന് പറയാണ്. അപ്പൊ ജൂലിയ പറയുന്നുണ്ട് എന്ത്, ഗർക്കേ ഹോയാ വൻകേ, വീടിന്റെയോ അല്ലെങ്കിൽ കാടിന്റെയോ ആയിക്കോട്ടെ, യെ സാരേ പേട് മേരാ ദോസ്ത് ഹേ, ഈ എല്ലാ മരങ്ങളും എൻ്റെ സുഹൃത്താണ് എന്നാണ് പറയുന്നത്. സേഠ്ജി പാഗൽ ഹേ ക്യാ, നിനക്ക് വട്ടാണോ അല്ലേ, അപ്പൊ നീച്ചേ ഉത്തർ, നീ താഴേക്ക് ഇറങ്ങ് എന്ന് പറയാണ്. അപ്പൊ ജൂലിയ പറയുന്നുണ്ട്, മേ ഉത്തരൂങ്കി, ഞാൻ ഇറങ്ങാം, ലേക്കിൻ ഏക് ഷർത്ത് ഹേ, പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ ഇറങ്ങിക്കോളാം, പക്ഷെ ഒരു കാര്യമുണ്ട്. ആ ഷർത്ത് എന്താണ് ജൂലിയ? വാദാ കരോ യഹാ കേ കിസി ഭീ പേട് കോ കബി നഹി കാട്ടോങ്കെ, നിങ്ങൾ എനിക്ക് ഒരു ഉറപ്പ് തരണം. എന്ത് ഉറപ്പ് തരണം? യഹാ കേ, ഇവിടുത്തെ ഒരു മരത്തെയും, കിസി ഭീ പേട് കോ, ഒരു മരത്തെയും എന്താണ്, നെഹി കാട്ടോങ്കെ, മുറിക്കത്തില്ല എന്നൊരു ഉറപ്പ് എനിക്ക് തരണം എന്ന് പറയാണ്. അപ്പൊ സേഠ്ജി പറയുന്നുണ്ട്, നെഹി ലഡ്കി, ഒരിക്കലും ഇല്ല, हमने समझ लिया कि तुम पेड़ों से कितना प्यार करती है, അല്ലേ, ഒരിക്കലുമില്ല, ഞങ്ങൾ ഇനി ഇതിങ്ങനെ ഈ ഒരു പ്രവൃത്തി ഞങ്ങളും ചെയ്യില്ല, ഞങ്ങൾക്ക് മനസ്സിലാവുകയാണ് എന്ത്, നീ എത്രത്തോളം പ്രകൃതിയെ സ്നേഹിക്കുന്നു, മരങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയാണ്. ഉസേ കിസി ഭീ പേട് കോ ഹം നഹി കാട്ടോങ്കെ, എന്താണ്, ഈ ഒരു സമയം മുതൽ ഞങ്ങൾ ഒരു മരങ്ങളെയും എന്താണ് നശിപ്പിക്കില്ല എന്ന് വാദ കൊടുക്കുകയാണ്, അല്ലേ, ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പൊ ജൂലിയ, ജി ശുക്രിയ, ഓക്കെ ശരി, ആപ് ലോഗ് യഹാം മത് ആന, പിന്നെ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരാനും പാടില്ല, അല്ലെ, അതും കൂടെ പറഞ്ഞിട്ടാണ് ആരെ പറഞ്ഞയക്കുന്നത്, നമ്മുടെ സേഠ്ജീനെ പറഞ്ഞയക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം ബാബ ഓർ ബാബ കി ചടി എന്ന ചാപ്റ്ററിലെയാണ്. ബാബ ഓർ ബാബ കി ചടി കവിത കാ യേ അംശ പഠേ और പ്രശ്ന ഉത്തർ ലിഖേ, അല്ലെ, പ്രശ്നവും കാ ഉത്തർ ലിഖേ എന്നതാണ് ചോദ്യം, അല്ലെ, ഇങ്ങനെയാണ് നമുക്ക് ചോദ്യം വരിക. ഓക്കെ, ഈ ഒരു മോഡലാണ് ചോദ്യം വരിക. ആദ്യം ദാ ഒരു സൂചന ഉണ്ടാവും, ആ സൂചനയുടെ താഴെ ഏതാണോ പാഠഭാഗം അത് കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ബാബ ഓർ ബാബ കി ചടി എന്ന ചാപ്റ്ററിലെ ലൈൻസ് ആണ്. നോക്കൂ, दोनों में से कोई अकेला चल नहीं सकता, രണ്ടുപേർക്കും ഒറ്റയ്ക്ക് നടക്കാൻ സാധിക്കില്ല. हाथ अगर छूटे तो दोनों गिर पड़ते हैं, കൈ എങ്ങാനും വിട്ടുപോയാൽ രണ്ടുപേരും എന്താണ്, വീണു പോകും. एक जवान एक बूटा है, ഒരാള് ജവാൻ, എന്താണ് ജവാം എന്ന് പറയുന്നത്, യുവതലമുറയിലെ ആളുകളെ പ്രതിനിധീകരിക്കുകയാണ്, റെപ്രസെന്റ് ചെയ്യുകയാണ്. എന്ത്, യുവാओं യുവനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇക്ക് ബൂട്ട ഹേ, ബൂട്ട എന്ന് പറയുമ്പോൾ ആരാണ്, വാർദ്ധക്യത്തിലുള്ള ആളാണ്, ബുഡാപ്പയുടെ പ്രതീകമാണ്. ഓക്കെ, ബാബ ഓർ ബാബ കി ചടി, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ബാബ ഓർ ബാബ കി ചടി എന്ന ചാപ്റ്ററിലെ കുറച്ച് വരികളാണ്. ആ വരികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, യേ ദോനോ കോൻ കോൻ ഹേ, എത്ര മാർക്കാ? ഒരു മാർക്കിന്റെ ചോദ്യമാണ്. യേ ദോനോ കോൻ കോൻ ഹേ, ഇവർ രണ്ടുപേരും ആരൊക്കെയാണ് എന്നുള്ളതാണ്. ആരൊക്കെയാണ്? ബാബയും ബാബയുടെ ചടിയും, ബാബ ഓർ ബാബ കി ചടി എന്നുള്ളതാണ്, അല്ലെ. ചടി എന്ന് പറഞ്ഞാൽ എന്താ, വടിയാണ്, ഊന്നുവടിയാണ്. ഓക്കെ, യഹാ ഇക് ജവാം കിസ്കോ സൂചിത കർത്താ ഹേ, ഇവിടെ ഇക് ജവാം എന്ന് പറയുന്നത് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ, ആരെയാണ്? യുവാവും, അല്ലെ, യുവജൻ, അല്ലെ, നയി പീഡി, അതൊക്കെ പറയാം. ഓക്കെ, മൂന്നാം ചോദ്യം നോക്കൂ, യഹാ ബൂഠ കിസ്കാ പ്രതീക് ഹേ, ഇവിടെ ഭൂട്ട എന്തിന്റെ പ്രതീകമാണെന്നാണ് ചോദ്യം. യുവ എന്തിന്റെ പ്രതീകമാണ്? നോക്കൂ, നയി പീഡി നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെ, നയി പീഡി. ഭൂട്ട എന്നുള്ളത് നമുക്കിവിടെ പറയാം, ഭൂട്ട, ഭൂട്ട എന്നുള്ളത് എന്തിനെയാണ്? ബുഡാപ്പ, അതുപോലെ വാർദ്ധക്യ, ബുഡാപ്പ മതി, വാർദ്ധക്യ വേണ്ട. ഓക്കെ, ബുഡാപ്പ എന്ന് മാത്രം നമുക്ക് പഠിക്കാം, ബുഡാപ്പ. അതുപോലെ തന്നെ ജവാ എന്നുള്ളതോ, ജവാ എന്നുള്ളത് നയി പീഡി,
പുതുതലമുറ, അതുപോലെ തന്നെ യുവ, അല്ലേ? ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, നോക്കൂ അടുത്ത ചോദ്യം. ബൂഢ കിസ്കാ പ്രതീക് ഹെ? ബൂഢ ബുഢാപ്പ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബാബ और ബാബ की ചടി दोनों में से രണ്ടിലും कोई अकेला चल नहीं सकता, രണ്ടുപേർക്കും ഒറ്റയ്ക്ക് നടക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. നമുക്കറിയാലോ ഉത്തരം. ഒരാളില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വടി പിടിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ ആ വടിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ നടക്കുന്നത്, അല്ലേ? അപ്പൊ ആ വടി പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? നമ്മളല്ല, ഒരു വാർദ്ധക്യത്തിലുള്ള ഒരാളെ നിങ്ങൾ സങ്കല്പിക്കണം. അപ്പോൾ വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരാൾക്ക് ആ വടി ഇല്ലെങ്കിൽ എന്താണ്, നടക്കാൻ പറ്റില്ല, അല്ലെ? പക്ഷെ ഇവിടെ വടി ഒരു റെപ്രസെന്റേഷൻ ആണ്. ആരുടെ? യുവതലമുറയുടെ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കണം. നോക്കൂ, ബാബ और ബാബ की ചടി दोनों एक दूसरे को सहारा बनकर, രണ്ടുപേരും ഒരാള് മറ്റൊരാളെ സഹാര ബൻകർ, ആശ്രയം. സഹാര എന്താണ്? ആശ്രയമാണ്. സഹാര എന്ന് പറയുന്നത് എന്താണ്? ആശ്രയം. ഒരാള് മറ്റൊരാൾക്ക് ആശ്രയമായി ആകെ ചൽത്താ ഹേ, മുന്നോട്ട് പോവുകയാണ്. ഹാത്ത് അഗർ ചൂട്ടേ തോ, കൈ എപ്പോഴെങ്കിലും വിട്ടു പോവുകയാണെങ്കിൽ ദോനോ ഗിർ പഡ്തേ ഹേ, അല്ലെ? രണ്ടുപേരും എന്താണ്? വീണു പോകും. അതുകൊണ്ടാണ് ഒരാള് മറ്റൊരാൾക്ക് ആശ്രയം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം എങ്ങനെയാണ്? കവിതാംശ പഠിക്കർ. ഏത് കവിതാംശാണ്? ദാ ഇവിടെ തന്നിരിക്കുന്ന ഇതാണ് കവിതാംശ എന്ന് പറയുന്നത്. കവിതയുടെ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാ? കവിതാംശ എന്ന് പറയാ. കവിതാംശ പഠിക്കർ. ചോദ്യം എന്തായിരുന്നു? കവിതാക്ക ആശയിലിഖെ, കവിതയുടെ ആശയം എഴുതാനാണ് പറയുന്നത്. നമുക്ക് ആശയം എഴുതി നോക്കിയാലോ? നോക്കൂ, ഹിന്ദിയിലെ പ്രസിദ്ധ കവി ഗുൽസാർ की कविता है बाबा और बाबा की चढ़ी. हिंदी के प्रसिद्ध कवि गुलजार की प्रमुख कविता है അല്ലെങ്കിൽ പ്രസിദ്ധ കവിത है बाबा और बाबा की चढ़ी എന്ന പോയിന്റ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കൂ, इस कविता के माध्यम से, ഈ കവിതയുടെ മാധ്യമത്തിലൂടെ, इस कविता के माध्यम से हमारे सामने, നമ്മുടെ മുന്നിൽ, ബുജുർഗോം സേ, ഇതാണ് പോയിന്റ്, അല്ലെ? ബുജുർഗോം സേ നേക് വ്യവഹാർ കർനെ കി പ്രേരണ ദേത്തി ഹൈ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഇത് ബാബ और ബാബ की ചടി എന്നുള്ളത് ഗുൽസാർ എഴുതിയ കവിതയാണെന്ന പോയിന്റ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നോക്കൂ, ഈ കവിതയുടെ മാധ്യമത്തിലൂടെ എന്താണ് കവി പറയാൻ ആഗ്രഹിക്കുന്നത്? വലിയ ആളുകളോട്, മുതിർന്ന ആളുകളോട് നമ്മൾ നന്നായിട്ട് പെരുമാറണം, അല്ലെ? നല്ല രീതിയിൽ പെരുമാറണം, അതാണ് പറയുന്നത്. അതെങ്ങനെ ഹിന്ദിയിൽ പറയാ? इस कविता के माध्यम से कवि हमारे सामने बुजुर्गों से नेक व्यवहार करने की प्रेरणा देती है, അല്ലെ? വാർദ്ധക്യത്തിലുള്ള ആളുകളോട്, മുതിർന്നവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നോക്കൂ, അടുത്ത നോക്കൂ. ബാബ और ബാബ की ചടി ഹമേശാ സാത്ത് സാത്ത് ചൽത്തെ ഹേ. ബാബയും ബാബയുടെ ഊന്നുവടിയും എന്താണ്? എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്. ദോനോം കാ റിശ്താ ഭി പക്കാ ഹേ. രണ്ടുപേരുടെ വഴികളും പക്കയാണ്, ക്ലിയർ ആണ്, അല്ലേ? ഇതൊരു പ്രതീകാത്മക കവിത ഹേ. പ്രതീകാത്മക കവിതയാണ്. കാരണം എന്താണ്? ഇവിടെ ഇക്ക് ജവാം എന്നുള്ളത് യുവാവിൻ്റെയും ബൂട്ട എന്നുള്ളത് ബുഡാപ്പ അല്ലെങ്കിൽ ബുജുർഗ്, മുതിർന്നവരുടെയും ഒരു റെപ്രസെന്റേഷൻ ആണ്. നോക്കൂ, യഹാം ചടി ജവാൻ और एक ബാബ ബൂട്ട ആദ്മി കാ പ്രതീക് ഹൈ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണേ. നോക്കൂ, യഹാ ബാബ और ബാബ की ചടി के മാധ്യം से, ഇവിടെ ബാബ और ബാബ की ചടി എന്ന കവിതയുടെ മാധ്യമത്തിലൂടെ ഹമേ अपने बूटों के साथ नेक व्यवहार करने, उनकी लाठी बनने और आपसी रिश्तों में समर्पण भावना रखने की शिक्षा मिलती है. നമ്മൾ എപ്പോഴും അവരുടെ ഊന്നുവടിയാകണം. ആരുടെ? വാർദ്ധക്യത്തിലുള്ള ആളുകളുടെ. എങ്ങനെയാ ഊന്നുവടിയാവേണ്ടത്? നമ്മളെ പിടിച്ച് അവർ നടക്കണം എന്നാണോ? അല്ല, എപ്പോഴും നമ്മൾ അവരെ കാര്യങ്ങൾ നോക്കണം, അവരോട് നല്ല രീതിക്ക് പെരുമാറണം, അല്ലെ? അപ്പൊ അതാണ് പറയുന്നത്, മാധ്യം സേ ഹമേ അപ്നെ ബൂട്ടോം കെ സാത്ത്, നമ്മുടെ മുതിർന്നവരോട് കൂടി നേക്ക് വ്യവഹാർ കർണേ, അല്ലെ? നല്ല രീതിയിൽ പെരുമാറണമെന്നും, ഉൻകി ലാഠി ബന്നെ, അവർ അവരുടെ ഊന്നുവടിയാകണമെന്നും,
आपसी रिश्तों में समर्पण भावना रखने की शिक्षा मिलती है അല്ലേ? നമ്മൾ അവരെ എന്താക്കണമെന്നാണ് പറയുന്നത്? നമ്മൾ അവരെ നല്ല രീതിക്ക് പരിപാലിക്കണം എന്നുള്ള പഠനമാണ് ഇതിലൂടെ തരുന്നത്, ആശയമാണ് ഇതിലൂടെ തരുന്നത്. ഓക്കെ, ജിന്ദഗി കെ സഫർ മേ ഏക് അഹം ചരൺ ഹെ ബുഢാപ്പ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു യാത്രയിൽ അല്ലെ, സഫർ എന്താണ്? യാത്ര. ആ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ വാർദ്ധക്യം എന്ന് പറയുന്നത്, ബുഢാപ്പ എന്ന് പറയുന്നത്. യഹാം ബാബ ചടീകോ ഉൻകി ബുഢാപ്പേ കാ ആശ്രയ മാനാ ഹെ. ഇവിടെ ബാബ ചടി, ആ വടി എന്താണ്? തൻ്റെ വാർദ്ധക്യത്തിലെ ആശ്രയമായിട്ടാണ് കാണുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തേണ്ടത്? നമ്മുടെ കവിതയുടെ ആശയത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ ജൂലിയ ഓർ ലൂണ എന്ന പാഠത്തിൽ നിന്നും അതുപോലെ തന്നെ ബാബ ഓർ ബാബ കി ചടി എന്ന ചാപ്റ്ററിൽ നിന്നും മുഴുവൻ മാർക്കും നമുക്ക് നേടാൻ സാധിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത മക്കളൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം കാണുക. ഓക്കെ, ബൈ.